विधुमुखी राधे रति सुख सारे सखी श्रुति सुख सारे विरहिणी राधे विधुमुखी राधे सुख सारे सखी सुख सारे. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SND വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു 7 ചാനൽ ഡോൾബി ആംപ്ലിഫയർ ആണ്. അതായത് നമ്മൾ ഒരു കസ്റ്റമൈഡായിട്ട് ചെയ്ത ഒരു ആംപ്ലിഫയർ ആണ്. ഒരു കസ്റ്റമർക്ക് അവർക്ക് സബിൻ്റെ ആവശ്യമില്ല, അവർക്കപ്പോൾ 7 ചാനൽ അവർക്ക് വേണമെന്ന് പറഞ്ഞു, ഡോൾബി ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡോൾബിയുടെ ഒരു 7.1 അല്ല 7 ചാനൽ ആംപ്ലിഫയർ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഫ്രണ്ട് ലുക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ആ ഫ്രണ്ട് അക്രിലിക് പാനലിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാണാൻ ഈ പ്രാവശ്യം നമ്മൾ എലാങ്കി സ്ക്രൂ ഒക്കെ വെച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി മാറ്റ് ഫിനിഷിലാണ് നമ്മൾ ഈ പ്രാവശ്യവും ഫ്രണ്ട് പാനൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂടെക്കിൻ്റെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഫ്യൂടെക്കിൻ്റെ FT003 ഡീകോഡറും FT004 റിമോട്ട് കിറ്റുമാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 25/025 ഒരു 10 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ 25/025 10 ആംപിയർ നമ്മൾക്ക് വരുന്നത് നമ്മളുടെ ഈ ഒരു 7 ചാനൽ ബോർഡിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തോഷിബയുടെ 52001943 കോമ്പിനേഷനുള്ള ബോർഡാണ്. അപ്പോൾ 7 ചാനൽ വേണ്ടിയതുകൊണ്ട് തന്നെ ആദ്യം നമ്മളൊരു 5 ചാനലിൻ്റെ ഒരു ബോർഡും പ്ലസ് ഒരു സ്റ്റീരിയോ ബോർഡ് 2 ചാനലിൻ്റെ ഒരു ബോർഡും അങ്ങനെയാണ് നമ്മൾ 7 ചാനലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരു വളരെ വലിയ ഒരു അല്ലെങ്കിൽ നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഒരു പവർ സപ്ലൈ തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 10,000 mFൻ്റെ ഒരു 50 വോൾട്ട് കപ്പാസിറ്ററാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു പവർ സപ്ലൈ. പിന്നെ നമ്മളിവിടെ ഒരു 7 ചാനലിന് വേണ്ടിയും നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ 5.1 2.1 ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 7 ചാനലിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് FT004 റിമോട്ട് കിറ്റാണ്, ഫ്യൂടെക്കിൻ്റെ FT004. അത് എക്സോബാസിൻ്റെ ആണ്. അതായത് ഇതിൽ തന്നെ ഒരു സബ് വൂഫറിന് ഒരു ഫിൽറ്ററിങ് സെക്ഷൻ ഇതിലുണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫയർ നമ്മൾ ഓൾറെഡി അവർക്ക് ഈ ഒരു കസ്റ്റമറിന് ഒരു ആക്റ്റീവ് സബ് വൂഫർ ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രീ ഔട്ട് മാത്രം, സബ് വൂഫറിൻ്റെ പ്രീ ഔട്ട് മാത്രം മതി. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രീ ഔട്ട്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് FT003 മിനി ഡീകോഡർ, അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സപ്ലൈകളൊക്കെ, അതായത് ഫാൻ നമ്മളിവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫാൻ നമ്മളെപ്പോഴും കൊടുക്കുന്നതെന്നും വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ ആയിട്ടാണ് ക്യാബിനറ്റിൽ ഫാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫാനിനും LED-ക്കും ഒക്കെ നമ്മൾ ഒരു ബക്ക് കൺവേർട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ നിന്ന് സപ്ലൈ എടുത്തിരിക്കുന്നത്. ബക്ക് കൺവേർട്ടർ ഉപയോഗിച്ച് നമ്മളിവിടെ നിന്നൊരു സപ്ലൈ എടുത്തിട്ടുണ്ട്. നമ്മളൊരു 10 വോൾട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ ബക്ക് കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ റിമോട്ട് കിറ്റിനും FT003 ഡീകോഡറിനും വേണ്ടി നമ്മൾ സപ്ലൈ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നമ്മളുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്നത് 12012-ലാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് വരുന്ന ഇതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലോസി അക്രിലിക് ഷീറ്റിലാണ് നമ്മളുടെ ഈ ബാക്ക് പാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് HDMI ARC കോയാക്സിൽ ഒപ്റ്റിക്കൽ ഇത് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ സബിന് ഒരു പ്രീ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഇത് 7 ചാനൽ ആംപ്ലിഫയർ ആണ്. ഇതിനകത്ത് കസ്റ്റമറിന് ഒരു സബ് ഉള്ളതുകൊണ്ട്, അതായത് ഒരു ആക്റ്റീവ് സബ് വൂഫർ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നമ്മളൊരു പ്രീ ഔട്ട് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ OX 1 OX 2 അതായത് 2 OX ആണ് ഈ ഒരു ആംപ്ലിഫയറിലുള്ളത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈ 7 ചാനലും നമ്മൾ ബനാന സോക്കറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 7 ചാനലും ബനാന സോക്കറ്റ് ഉപയോഗിച്ചാണ്. അതിൽ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, ബാക്ക് സറൗണ്ട് ലെഫ്റ്റ്, ബാക്ക് സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ പവർ കോഡ്, ഈ AC കോഡ് നമ്മൾ വരുന്നത് നമ്മൾ കമ്പ്യൂട്ടർ കോഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
പിന്നെ ഒരു 3 ആംപിയറിൻ്റെ ഫ്യൂസും നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ നിങ്ങൾക്കും ഡിസൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ആംപ്ലിഫയറുകൾ ആവശ്യമാണെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.